വക്കം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണപക്ഷ തമ്മിലടി. മെമ്പർക്ക് മർദ്ദനമേറ്റു. കോൺഗ്രസ് അംഗം ഗണേഷിനാണ് മർദ്ദനമേറ്റത്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗണേഷിന് നേരെ കയ്യേറ്റം നടത്തിയത്. ഇതിനു മുമ്പ് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യവേ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അത് പാലിക്കാതെ വരുന്നതുകൊണ്ടാണ് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നതെന്നും അതിനാൽ ഓരോ പദ്ധതിക്കും എത്ര തുക മാറ്റിവെക്കാൻ കഴിയുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കണമെന്നും കോൺഗ്രസ് അംഗമായ ഗണേഷ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗണേഷ് അനാവശ്യ സാങ്കേതികങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തർക്കിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന നിലപാടിൽ അംഗം ഉറച്ചു നിന്നതോടെ വൈസ് പ്രസിഡന്റും തുടർന്ന് പ്രസിഡന്റും കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതോടെ പഞ്ചായത്ത് കമ്മിറ്റി തടസ്സപ്പെട്ടു. ഇന്നലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ തുടക്കത്തിൽ തന്നെ ഗണേഷ് ഇതേ വിഷയം ഉന്നയിക്കുകയും കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ട പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്നത് ജനങ്ങളെ അവഹേളിക്കലാണെന്നും അതിന് വ്യക്തമായ മറുപടി പറയണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലിജ, വൈസ് പ്രസിഡന്റ് ബിഷ്ണു, കോൺഗ്രസ് അംഗമായ ഫൈസൽ എന്നിവർ ഗണേഷിനെതിരെ തിരിഞ്ഞ് പോർവിളിയിലും കയ്യാങ്കളിയിലും കലാശിച്ചു. BJP, CPM അംഗങ്ങൾ ഇടപെട്ടാണ് ഗണേഷിനെ കൂടുതൽ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഏറെ നേരം പഞ്ചായത്ത് ഹാൾ സംഘർഷാവസ്ഥയിലായിരുന്നു. പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം പദ്ധതി രൂപീകരണത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടതാണ് തന്നോടുള്ള പ്രകോപനത്തിന് കാരണമെന്നും ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുമെന്നും ഗണേഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമില്ല. 27-ാം തീയതി പോയിട്ടുണ്ട്. അതേ മാത്രമേ പറയുള്ളൂ. വീക്കെൻഡ് ന്യൂസ് ആറ്റിങ്ങൽ.